ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിരാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അമ്പാടിക്ക് ഒരു ചെറിയ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അമ്പാടിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് വണ്ടിക്കകത്തിരുന്നെടുത്ത കുറച്ച് പ്രഹസനങ്ങളാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞൊരു 3-4 മണിയൊക്കെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അച്ഛനും ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ വീട്ടിലുണ്ട്. അങ്ങനെ അമ്മ 4-5 മണിയൊക്കെ ആയപ്പോൾ അമ്മ വെറും ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറിക്കലും കുടിക്കലും അമ്പാടിയുടെ കുറച്ച് തഗ്ഗും തമാശകളും കാര്യം പറച്ചിലും ഒക്കെ ആയിട്ട് ചായ കൂടി അങ്ങനെ അങ്ങ് തകൃതിயாக നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് എന്തായാലും ഞങ്ങൾക്ക് വീടൊന്ന് തൂത്തു വരണം ഗേസ്. അപ്പോൾ അതുകൊണ്ട് വീട് തൂത്തു വരാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മയും കൂടെ സഹായത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും കൂടെ നിന്ന് വീടെല്ലാം തൂത്തു വാരുകയാണ് ഗേസ്. ഇൻ്റർലോക്കിൽ അങ്ങനെ അധികം ചവർ വരാറില്ല. ഫ്രണ്ട് വശത്തെ ചവർ കുറവാണ്, പക്ഷെ ബാക്ക് വശത്ത് ഇപ്പോൾ ഇല പൊഴിയണ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല ചവറാണ്. അപ്പോൾ ഫ്രണ്ട് വശം ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മയും കൂടെ ഹെൽപ്പിങ്ങിനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അമ്മയുള്ളപ്പോഴേ എനിക്ക് അമ്മ ഒരു കോപ്പറേറ്റീവ് മൈൻഡായിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ നല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അമ്മ കൂടെ സഹായത്തിന് എത്താറുണ്ട്. അമ്മ ഉള്ളപ്പോൾ എനിക്ക് അധികം വലുതായിട്ട് ജോലി അങ്ങനെ ഇല്ല ഗൈസ്. കാര്യം അമ്മ എപ്പോഴും കൂടെ കാണും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബാക്ക് വശത്ത് തൂക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ട് അത് അവിടെ ഇട്ടിട്ടാണ് പോയത് ഗൈസ്. അങ്ങനെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി അങ്ങനെ ബാക്ക് വശം തൂത്തോണ്ടിരുന്നപ്പോൾ അമ്മയും കറങ്ങി അമ്മയും അവിടെ വന്നു, ഞാനും അവിടെ വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചവറെല്ലാം തൂത്തുകൂട്ടി തീയിടാമെന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ കാറ്റടിച്ചാൽ വീണ്ടും അത് 4 വശത്തായിട്ട് പറന്നു പോകും ഗൈസ് വീടിൻ്റെ. അങ്ങനെ അമ്മ തൂത്തുകൂട്ടി തീയിട്ടതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കാരണം ഓലയും തെങ്ങും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തീയിട്ടിട്ട് പോകാനും ഒരു പേടിയാണ്. അങ്ങനെ അമ്മ അവിടെ തന്നെ നിന്നു. ആ സമയത്ത് ഞാൻ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഞാൻ വീടിൻ്റെ സിറ്റ് ഔട്ട് ഒന്ന് തൂത്ത് തുടയ്ക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഗാർഡനിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ചെറിയ രീതിയിലുള്ള ചെടികൾ മാത്രമേ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഗാർഡനിങ് ഒക്കെ ഇത്തിരി ഒരു പ്രയാസമുള്ള ഒരു പണിയാണ് ഗേസ്. എനിക്ക് ഈ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒന്ന് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് പുകയ്ക്കും. ചില ദിവസങ്ങളിലൊക്കെ എന്നുമില്ല, എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് മറ്റേ കുമിഞ്ചാനൊക്കെ ഇട്ട് പുകയ്ക്കും. അങ്ങനെ ഞങ്ങൾ പുകച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് വന്നപ്പോൾ അമ്മ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്പാടിയും അമ്മയും കൂടെ വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സന്ധ്യാസമയത്ത് ഞങ്ങൾ ലൈറ്റൊക്കെ അണച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. പക്ഷേ TV അണച്ചിട്ടില്ല ഗൈസ്, TV ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരുങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.